ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട് എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് കണ്ട് മടുത്ത് ഫുൾ ട്രാവലും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാം. അപ്പോൾ വെൽക്കം, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ പാച്ചു ജസ്റ്റ് എണീറ്റു. ഗുഡ് മോർണിംഗ് പിന്നെ. ഹായ് ഹായ് പറ ഉമ്മ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ബ്രഷ് ചെയ്യട്ടെ കേട്ടോ. ഉമ്മ ഉമ്മ. രാവിലെ എണീറ്റ് ഇപ്പോൾ പാച്ചുന് ഉടനെ ചാക്കോച്ചനെയും തോമോനെയും കാണണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മിക്കപ്പോഴും ചാക്കോച്ചൻ നമ്മുടെ റൂമിൻ്റെ വാതിലിൻ്റെ പുറകെ തന്നെ ഇരിപ്പുണ്ടാവും. അപ്പം ഞങ്ങൾ ആദ്യം എന്തേ ചാക്കോച്ചനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് അപ്പോഴേക്കും തോമുച്ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ തോമുച്ചേട്ടനും പാച്ചുവും കൂടിയിട്ട് കളി തുടങ്ങി. ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ പിന്നെ രണ്ടാളും കൂടി കളിക്കുക, അതാണ് ഇവരുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. അപ്പോഴത്തേക്ക് നമ്മുടെ ഇന്ന് നമുക്ക് പൂരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തി ഉണ്ടല്ലോ, അത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വറുത്തെടുത്താൽ നല്ല കിഡിലൻ സോഫ്റ്റ് പൂരി കിട്ടും. വളരെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. എനിക്ക് മസാല കൂട്ടി കഴിക്കണേക്കാൾ ഈ വറുത്തിടുമ്പോൾ പെറുക്കി ആ ചൂടോടെ കടിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. മമ്മിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല സ്വാദാണ്. അപ്പം നിങ്ങൾക്ക് അറിയാത്തവർ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ തോമു കുളിച്ച് റെഡിയായത് അപ്പയുടെ കൂടെ നമ്മുടെ ബബിൾസിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കൊറിയർ വരാനുണ്ടായിരുന്നു. ഇത് നമ്മുടെ കോട്ടയത്തു നിന്നാണ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സംഭവം നിങ്ങൾ ഇറക്കുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് സംഭവം എന്ന് ഗസ് ചെയ്യാൻ പറ്റും. ഇത് ഒരു സോഫ കം ബെഡാണ്. ഞാൻ ഇത് ബാംഗ്ലൂർക്ക് ആൻസൺ ചേട്ടന് വേണ്ടിയിട്ടല്ല, ഫ്ലാറ്റിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഒരു ഗ്രേയിഷ് ബ്ലാക്ക് ഒരു കളറിലാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കാരണം അവിടുത്തെ കർട്ടനും കാര്യങ്ങളൊക്കെ ആ ഒരു ഷെയ്ഡിലാണ്. പിന്നെ അഴുക്ക് വന്നാൽ അറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയിട്ട് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഇവർ ഡയറക്റ്റ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം കേട്ടോ. കാരണം നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. ഹലോ, അപ്പോൾ നമ്മുടെ ഐറ്റം എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സംഭവം. നമുക്ക് ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചേട്ടാ, ഇതാണ് ബിജു ചേട്ടൻ. അപ്പോൾ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത്. എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ കണ്ടപ്പോൾ ബാംഗ്ലൂർ ഇങ്ങനെ നമുക്ക് ഫർണിച്ചേഴ്സൊക്കെ കുറച്ച് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോഴാണ് അവരിങ്ങനെ സോഫ കം ബെഡിനെ കുറിച്ച് ഞാൻ ആ ഒരു ഐഡിയ വന്നത്. പക്ഷെ ഇത് എത്രത്തോളം നമുക്കത് നല്ലതാണെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളിപ്പോൾ വാഗമണ്ണി പോയപ്പം അവർ ഇത് സെയിം സംഭവം യൂസ് ചെയ്ത് അവർ 4-5 years ആയി തോന്നുന്നു അവർ യൂസ് ചെയ്ത് അടിപൊളിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയ്യോടെ അവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ്. നമ്മുടെ വാഗമൺ അടുത്ത് തന്നെയാണ് ചേട്ടൻ്റെ ഷോപ്പും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് ഞാൻ ഈ കളർ തന്നെ വേണം പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. ചെളി പിടിക്കില്ല. പല കളേഴ്സ് അവൈലബിൾ ആണ്. ലൈറ്റ് ബ്ലാക്ക് ആണ്, അതൊരു ഡാർക്ക് ബ്ലാക്ക് അല്ല. അപ്പൊ പിന്നെ ഒരു ബ്ലാക്ക് ഗ്രേയിഷ് ബ്ലാക്ക്, ഡാർക്ക് ഗ്രേ ഊട്ടി ബ്ലാക്ക് ആണ്. അതെ അതെ അതെ. ഇപ്പോ ഇതിപ്പോ പാക്കഡ് ആണ് മൊത്തം. ഇത് മെഷീനിൽ വെച്ച് പാക്ക് ചെയ്തേക്കുന്ന മിഷനറി പാക്കിംഗ് ആണ്. ഇതിപ്പോ നമുക്ക് ഇന്നോവയിലാണ് നമുക്ക് ഇങ്ങോട്ട് ഡെലിവറി ചെയ്തത്. വളരെ വെയിറ്റും ഇല്ല തോന്നുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്. ആർക്കും മോളിലേക്കോ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫാക്ടറി നമുക്കുള്ളത് ബേസിക്കലി നേരത്തെ കളമശ്ശേരിക്കകത്തായിരുന്നു. ഇപ്പൊ കോട്ടയത്താണ് ഫാക്ടറി ഉള്ളത്. അപ്പൊ നമ്മൾ നേരിട്ട് ഫാക്ടറിയിൽ നിന്ന് കൊണ്ടു തരുന്ന കാരണമാണ് ഈ റേറ്റിലും അതുപോലെ നമുക്ക് ഈ ക്വാളിറ്റിയിലും തരാൻ പറ്റും. അല്ലെങ്കിൽ ഡീലറെ ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ അപ്പോയിന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റേറ്റിൽ നമുക്ക് ഒരിക്കലും നമുക്ക് തരാൻ പറ്റുമല്ലോ നമുക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റിൽ നമുക്ക് ഇത് മെഷീൻ പാക്കിംഗ് ആയതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി ടൈറ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആണ്. ഫ്ലാറ്റ് അറിയാലോ, കുഞ്ഞു ഫ്ലാറ്റ് ആണ്. അപ്പൊ ഫുൾ ടൈം ഒരു കട്ടിൽ മേടിച്ച് അതിന്റെ മുകളിൽ ഒരു ബെഡ് ഇടണേക്കാളും എന്തുകൊണ്ടും കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കിത് രാത്രി നമ്മുടെ ഉറക്കമൊക്കെ കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്ത് നമുക്ക് സോഫ ആക്കിയിട്ട് യൂസ് ചെയ്യാം. എല്ലാം മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് സ്പേസ് മാക്സിമം അല്ലെ സേവ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സോഫയാണ്. ഡിംപിൾ ഒന്ന് വേണമെങ്കിൽ ഇരുന്ന് നോക്കാം. പില്ലോ നമ്മൾ കുഷൻ നമ്മൾ 2 കൂടെ ഫ്രീ കൊടുക്കും. എപ്പോഴും ഇല്ല, ഇപ്പൊ നമ്മൾ ഓഫറിൽ നമ്മൾ 2 കുഷൻ നമ്മൾ ഫ്രീ കൊടുക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് വെക്കാൻ പറ്റും. അത് ഇതായിട്ട് മാച്ച് ചെയ്ത് കുഷനാണ് നമ്മൾ ചെയ്യുന്നത്. എന്താ ശരിക്കും ഒരു ചെറിയൊരു ഫാമിലിക്ക് ഇത് മതി. കണ്ട നല്ല സുഖമായിട്ടിരിക്കാം. നമ്മുടെ മറ്റേ കുഞ്ഞു ഹാളിലേക്ക് കറക്റ്റ് ആണ്. ഇതിന്റെ പല സൈസ് ഉണ്ടല്ലേ ചേട്ടാ? ഇതിപ്പോ ബേസിക്കലി 4x ഡബിൾ ആണിത്. ഇതിന്റെ ഏറ്റവും ആദ്യത്തെ സൈസ് എന്ന് പറഞ്ഞാൽ 3x6 ആണ്. ചെറുത്. അതിന്റെ പ്രൈസ് 7000 ആണ്. ഇത് 4x6 ആണ്.
അപ്പൊ 4 അടി 2 പേർക്ക് ഇരിക്കാനും 2 പേർക്ക് ഇരിക്കാം, സുഖമായിട്ട് 2 പേർക്ക് കിടക്കാനും പറ്റും. കിടക്കാൻ പറ്റും. ഇതിപ്പം വേണമെങ്കിൽ ഒരു കുട്ടിയും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ആഡ് ചെയ്യാനും പറ്റും. ഉള്ളൊരു സൈസ് ഞങ്ങൾ അതുകൊണ്ടാണ് സൈസ്. അതെ. അപ്പൊ പിന്നെ ഇതിന്റെ മുകളിൽ വേറെ ഒന്നുകൂടെ ഉണ്ട്. അത് 5x6 ക്യൂൺ സൈസ് ആണ്. അത് 3 പേർക്ക് ഇരിക്കാനും 3 പേർക്ക് കിടക്കാനും പറ്റും. പിന്നെ 4ാമത്തെ ഒന്നുകൂടെ ഉണ്ട് കിങ് സൈസ്, കുറച്ച് വലുതാണ്. അതിന്റെ അകത്ത് 4 പേർക്ക് ഇരിക്കാനും കിടക്കാനും വലിയ ഫാമിലി ഞങ്ങൾക്ക് ഇത് കറക്റ്റ് ആണ്. ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് നേരെ നമുക്ക് നൂർത്ത് ബെഡ് ആക്കാൻ പറ്റും. ബെഡ് ആക്കുമെന്ന് വെച്ചാൽ പില്ലോയുടെ ആവശ്യമില്ലാതെ തന്നെ, പില്ലോ വേണ്ട, പില്ലോ ഇല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ തലേനെ പകരം നമുക്കിത് ഒന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് പില്ലോയുടെ ആവശ്യം വരുന്നില്ല നമുക്ക് ഇതിനകത്ത്. വേണമെങ്കിൽ ഇത് തിരിച്ചു ഇതുപോലെ തന്നെ ഇതുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ബെഡായി. വേറെ പല ഫംഗ്ഷൻ ഇതിന്റെ ഒരു 5-6 രീതിയിൽ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് TV ഒക്കെ കാണാം, ടിവിയുടെ വാതിക്കൽ വെക്കണമെങ്കിൽ TV ഒക്കെ കാണണമെങ്കിൽ നമുക്ക് ഈ തല മാത്രം ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ട്രൈ നോക്കാം. ഇത് ശരിക്കും ഈ പൊസിഷൻ ആയിരിക്കും കൂടുതൽ ആവശ്യം വരും. ഇപ്പൊ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സുഖമായിട്ട് നമുക്ക് TV ഒക്കെ കാണണമെങ്കിൽ നമുക്ക് നല്ലതായിട്ട് കാലൊക്കെ ഇങ്ങനെ പൊക്കി നമുക്ക് ഇരിക്കാം. ആ സാധനം കാല് അത് ഏറ്റവും ലാസ്റ്റിൽ അത് പൊക്കുവാണെങ്കിൽ കാലും കൂടെ വെക്കാൻ പറ്റും. ഇത് ആൻസൺ ചേട്ടന് ഈ പൊസിഷൻ ആയിരിക്കും ഇഷ്ടം, കാരണം വർക്ക് ചെയ്യുമ്പോൾ ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാം. ഇതെനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി ഈ പൊസിഷൻ. ഇത്രയും തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നൂർത്തിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ബെഡാക്കി. ഇനിയിപ്പോൾ വേറെ ഇതിൻ്റെ അകത്ത് ഗുണമെന്ന് വെച്ചാൽ നമ്മൾ പിള്ളേരൊക്കെ കിടക്കണമെങ്കിൽ, നമ്മളെ കൂടെ തന്നെ പിള്ളേരെ കിടത്തണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർ നമുക്ക് കട്ടിലിന്റെ ഒപ്പത്തിൽ തന്നെ വെച്ചോണ്ട് നമ്മുടെ നോർമൽ കട്ടിലിന്റെ ഒപ്പത്തിൽ തന്നെ ഇതിന്റെ ലെവലായി. അപ്പൊ പിള്ളേരൊക്കെ കിടത്തണമെങ്കിൽ അവർക്കൊരു കുഷനും കൊടുത്ത് നമ്മുടെ കൂടെ നമ്മുടെ കട്ടിലിന്റെ അടുത്ത് നമുക്ക് പിള്ളേരെ കിടത്താം. ഇതിപ്പോ 4x6 5 എടുത്താൽ കുറച്ച് വലിയവർക്കും കൂടെ കിടക്കാൻ പറ്റും. ഹൈറ്റ് കൂട്ടി തന്നെ ബെഡ് പോലെ നമുക്ക് ആക്കി ചെയ്യാൻ പറ്റും. അതെ അതെ, ഞങ്ങൾക്ക് ശരിക്കും ഈ ഒരു സൈസ് കറക്റ്റ് ആണ് കുഞ്ഞു ഫ്ലാറ്റിലേക്ക്. ഇനിയിപ്പോ നമുക്ക് വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഒക്കെ വന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെയും ഇവിടെ ഇരിക്കാൻ പറ്റും. ഒരാൾക്ക് അവിടെ ഇരിക്കാം, ഒരാൾക്ക് കൂടി ഇരിക്കാം. ഗെയിം ഒക്കെ കളിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. പലതരത്തിൽ ഫോൾഡ് ചെയ്യാം. ഇനിയിപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് മടക്കി എവിടെയെങ്കിലും വെക്കണമെങ്കിൽ നമുക്കത് സ്വസ്ഥമായിട്ട് നമുക്ക് വെക്കാനും പറ്റും. എളുപ്പമുണ്ട് കേട്ടോ, അധികം ഭയങ്കര വെയിറ്റ് ഒന്നും അല്ല, ഹെവി ഒന്നും അല്ല. ഹെവി അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോർ കൊണ്ടുപോകണമെങ്കിലോ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകണമെങ്കിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സുഖമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും അടിപൊളി. സിബ് ഉണ്ട്, മൊത്തം ഫുൾ സിബിലാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഫുൾ ആയിട്ട് നമുക്ക് ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. ഫുൾ മൊത്തത്തിൽ സിബിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കളേഴ്സ് ചെയ്യാൻ പറ്റും. കളർ പ്രശ്നമില്ല. 5 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. 5 വർഷം അതിന്റെ കാരണം വെച്ചാൽ നമ്മൾ ഏറ്റവും മുകളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ് ഫോം ആണ്, അതുകൊണ്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഇടയ്ക്ക് ഹാർഡ് ഫോം ഉപയോഗിക്കും, ഏറ്റവും അടി പിന്നെ സോഫ്റ്റ് ഫോം ഉപയോഗിക്കും. അപ്പൊ അത് താഴ്ന്നു പോകുന്നുമില്ല, എന്നാട്ടെ നമുക്ക് സോഫ്റ്റ്നെസ് ഉണ്ടോ, സോഫ്റ്റ്നെസ്സും ഉണ്ട്. അതാണ് ഇതിന്റെ സിസ്റ്റം. കളർ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടമായി, ഞാൻ ഇതന്നെ ഉദ്ദേശിച്ചത്. ഇത് ലൈറ്റ് ഒരു ബ്ലാക്ക് ആണ്, ഡാർക്ക് ഗ്രേ മിക്സ് ചെയ്തതാണ്. ഡാർക്ക് ബ്ലാക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം അതും പെട്ടെന്ന് പൊടിയായി. ഈ കളർ ആവുമ്പോ വലിയ പല കളേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ, മെറൂണ് പല കളേഴ്സ് ഉണ്ട്. ഞാൻ പിന്നെ ഈ ഒരു ഷെയ്ഡ് ഓപ്റ്റ് ചെയ്തതാണ്. മെറൂൺ ഉണ്ട്, ബ്രൗൺ ഉണ്ട്. ഞാൻ മെറൂൺ ആദ്യം നോക്കിയത്. അതെ അതെ, പല ഷെയ്ഡ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കും. മെറ്റീരിയൽസ് അയച്ചു തരും, അപ്പൊ അത് ചെയ്താൽ മതി. എന്തായാലും അടിപൊളി. പിന്നെ നേരെ നമുക്ക് ഇത് ബാംഗ്ലൂർക്ക് പാക്ക് ചെയ്യണം. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ട്രാൻസ്പോർട്ട് കമ്പനി ഇതുവരെ എനിക്ക് ഓൾ കേരള ഫ്രീ ഹോം ഡെലിവറി ഫ്രീ ഡെലിവറി ആണ്. കൂടാതെ 2 കുഷൻ നമ്മൾ ഇതിലൂടെ ഫ്രീ ആണ്. ഓക്കെ, 3x6 4x6 5x6 6x6 അങ്ങനെ ഈ 3 സൈസ് അവൈലബിൾ ആണ്. ഡെലിവറി കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ചെറിയൊരു എമൗണ്ട് 1000 അഡ്വാൻസ് മേടിക്കാറുണ്ട്. ഡിംലോഡ് മേടിച്ചോളാം തന്നെ. ബാക്കി വീട്ടിൽ വരുമ്പോൾ ബാക്കി കാശ് നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ പോവാണെങ്കിൽ എവിടെ കറക്റ്റ്? ഇത് എറണാകുളത്തുണ്ട്, കോട്ടയത്തുണ്ട്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നേക്കാളും ബെനിഫിറ്റ് നമുക്ക് എപ്പോഴും ഡയറക്റ്റ് ഇവിടെ വരുത്തുന്നതാണ്. കാരണം അവിടെ വന്നാൽ നമുക്ക് സാധനം പിന്നെ വണ്ടിയെ കയറി പോകാൻ അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ എത്തിച്ചു കൊടുത്താൽ പിന്നെ ആ ഒരു പ്രശ്നം അവിടെ തീരുവാണ്. നമ്മളെപ്പോഴും വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോ ഇൻസ്റ്റാഗ്രാമില് മോട്ടോ അല്ലേ, മോട്ടോ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തേക്കാം കേട്ടോ. അതിനുണ്ട് റെഡി. നല്ലല്ല, ഇരിക്കുമ്പോ സോഫ്റ്റ് ആണ്. എന്തായാലും വേണമെങ്കിലും ബാക്കിലേക്ക് ചിലർക്ക് ഡൗട്ട് ഉണ്ട്, ബാക്കിലേക്ക് ഒന്ന് ഇരുന്ന് നോക്കി, ബാക്കിലേക്ക് ചാരി ആ ഭിത്തി വേണമെന്നൊക്കെ ചോദിക്കാം. ഒരു ഭിത്തി ഒന്നും വേണ്ട, എത്ര വേണമെങ്കിലും ബാക്കിലേക്ക് ചാറാൻ പറ്റും. ഒന്നും വേണ്ട, ആ ഫോൾഡിങ് ഒന്ന് നോക്കിയാൽ മതി മാത്രം. നമ്മള് ഫോൾഡ് ചെയ്യുന്ന അതെ ഒന്ന് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ജസ്റ്റ് ഇത് നമ്മൾ റീക്ലൈനർ ആക്കി ഇത് നമ്മൾ നൂർത്തിട്ട ബെഡ് ആക്കി. പിന്നെ തലേണ വേണ്ട, മൊത്തം ബെഡ് ആക്കണമെങ്കിൽ മൊത്തം ബെഡ് ആക്കി.
ഒരു തലേന വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് കയറി. റൂമിലേക്ക് ഒരു ഗസ്റ്റ് ഒക്കെ വന്നു, ഒരു ഗസ്റ്റ് വന്നെങ്കിൽ പെട്ടെന്ന് വേറെ ഒന്ന് അപ്പം നമ്മനെ ഇവിടെ കിടന്ന ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുത്താൽ ഇവിടെ കിടത്താൻ പറ്റും. പരിപാടി കഴിഞ്ഞു. അപ്പൊ എന്തായാലും അടിപൊളിയാ. പിന്നെ നമുക്കിത് വീണ്ടും മറ്റേത് ആക്കിയിട്ട് അയച്ചാൽ പോരെ? സിമ്പിളാണ്. അതെ അതെ അതെ. നമുക്കപ്പോ അവിടെ വേറെ എന്തൊക്കെ പ്രോഡക്ട്സ് ആണുള്ളത്? മെയിൻ ആയിട്ട് നമുക്ക് സോഫ കം ബെഡ്, പിന്നെ ബെഡ് ഉണ്ട്, നമുക്ക് ബെഡുകളാണ് മെയിൻ ആയിട്ട്. മെയിൻ ബെഡ് മാട്രസ് ഉണ്ട്. ഇത് നമുക്ക് നല്ല രീതിയിൽ മൂവ്മെന്റ് ഉള്ള സാധനമാണ്. അതെ അല്ലേ, എന്തായാലും ഉപകാരമുള്ള സാധനമാണത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ ഉണ്ടെങ്കിലൊക്കെ പറയുക. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ന്യൂക്ലിയർ ഫാമിലി പുതിയ വീടെടുത്ത് താമസിക്കുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ്. എല്ലാം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ പല രീതിയിൽ ഉപയോഗിക്കാമല്ലോ. അല്ലല്ല ഇനിയും ഫോൾഡ് ചെയ്യാം. അല്ല എടുത്തു വെക്കണ ഫോൾഡിങ് ഇങ്ങനെയാ അല്ലേ? ഓക്കെ. അപ്പൊ ഡാഡി നോക്കി വെച്ചിട്ടോ പാക്ക് ചെയ്യാൻ. അങ്ങനെ ബിജു ചേട്ടനെ യാത്രയാക്കിയപ്പോഴേക്കും ഞങ്ങൾ ലേറ്റ് ആയി കേട്ടോ. അപ്പോൾ